അപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ഷുവർ ഷോട്ട് ചെയ്തതുപോലെ സോഷ്യോളജിയിൽ നമ്മളൊരു ഷുവർ ഷോട്ട് ചെയ്യുകയാണ്. അതായത് നമ്മുടെ NIOS +2 സോഷ്യോളജി സബ്ജക്റ്റിൽ നിന്നും ചോദിക്കാൻ 100% ഉറപ്പുള്ള 33ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നും പഠിക്കാത്ത, അതായത് ജസ്റ്റ് ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല, എനിക്ക് ജയിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ 33 ക്വസ്റ്റ്യൻസ് മസ്റ്റ് പഠിച്ചിട്ട് പോവാം. നിങ്ങൾക്ക് ജയിക്കുക മാത്രമല്ല, അത്യാവശ്യം നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാവാനും സഹായിക്കും. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ അത് കൂടാതെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് നല്ല ലെങ്തിയാണ്, പക്ഷേ എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക. ഫുള്ളായിട്ട് കാണുന്ന ആളുകൾ ഫുള്ളായിട്ട് കണ്ടു ജസ്റ്റ് എന്നുള്ളത് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 3, സോഷ്യോളജി ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ്. അതായത് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് എങ്ങനെയാണ് ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു 5 ഡിഫറൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ഡിഫറൻസ് മസ്റ്റായിട്ട് ചോദിക്കും. ഒന്നുകിൽ സോഷ്യോളജി ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ്റ്ററി, അല്ലെങ്കിൽ സോഷ്യോളജി ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്കോളജി, അതും അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ എക്കണോമിക്സ്, അല്ലെങ്കിൽ ആന്ത്രോപോളജി, എന്തോ ആയിക്കോട്ടെ. ഇതിൽ ഈ 5-ൽ ഏതെങ്കിലും 1-2 മാർക്കിന് ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റും ഹിസ്റ്ററി എന്ന് പറഞ്ഞ സബ്ജക്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്കറിയാം, സോഷ്യോളജി എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റീനെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി. ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തെ പറ്റിയിട്ടും കഴിഞ്ഞ കാലത്തിലെ ആചാരങ്ങളെ പറ്റിയിട്ടും അനുഷ്ഠാനങ്ങളെയൊക്കെ പറ്റിയിട്ട് പഠിക്കുന്ന സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോഷ്യോളജി എപ്പോഴും ഒരു പുതിയ സയൻസാണ്. ഹിസ്റ്ററി എപ്പോഴും എന്താണ്, ഒരു പഴയ സയൻസാണ്. സ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ സോഷ്യോളജിക്ക് വൈഡർ സ്കോപ്പാണുള്ളത്, എന്നാൽ നമ്മുടെ ഹിസ്റ്ററിക്ക് നാരോ സ്കോപ്പാണുള്ളത്. അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇനി സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, സോഷ്യോളജി എന്തോന്നാണ്, സൊസൈറ്റീനെ പറ്റി പഠിക്കുന്ന സബ്ജക്റ്റ്. അപ്പോൾ സൈക്കോളജി എന്ന് വെച്ചാൽ എന്തോന്നാണ്, മനുഷ്യന്മാരെ പറ്റിയിട്ട് പഠിക്കുന്ന സബ്ജക്റ്റ്. അതായത് മനുഷ്യന്മാരുടെ ആംഗ്രി, അതേപോലെ തന്നെ അവരുടെ അവരുടെ സ്ട്രെസ്സ്, അവരുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്ന ഒരു പഠിത്തമാണ് എന്തെന്ന് പറയുന്നത് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയർ. പിന്നെ നമുക്ക് നോക്കാം, സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ആന്ത്രോപോളജി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യനെ പറ്റിയിട്ട് പഠിക്കുന്നത്, അതായത് നരവംശം എന്നൊക്കെ പറയും. അതായത് മനുഷ്യൻ്റെ ഒരു പരിണാമ സിദ്ധാന്തമൊക്കെയാണ് നമ്മുടെ ആന്ത്രോപോളജിക്കകത്ത് വരുന്നത്. അപ്പോൾ സോഷ്യോളജി എന്താണ്, നമ്മുടെ സമൂഹത്തെ പറ്റി പഠിക്കുന്ന പഠനം. ഓക്കെ, ആന്ത്രോപോളജിയിൽ കൂടുതലായിട്ടും അതിപുരാതന കാലഘട്ടത്തിലെ മനുഷ്യന്മാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആന്ത്രോപോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ഡിഫറൻസ്, നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന ചാപ്റ്റർ പഠിച്ചായിരുന്നു, അതായത് അതിനകത്ത് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എപ്പോഴും ഗവൺമെൻറ്റിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. അപ്പോൾ സോഷ്യോളജി ആണെങ്കിലോ എപ്പോഴും സൊസൈറ്റിയെ പറ്റിയിട്ടുള്ള പഠനമായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ 5 എണ്ണത്തിൽ നിന്നും ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതാണ് മെയിനായിട്ട് ആ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലേക്ക് കടക്കാം, 4ാമത്തെ ചാപ്റ്റർ. ഇനി അടുത്ത 4ാമത്തെ ചാപ്റ്ററിനകത്ത് ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ 8 മാർക്കിന് പഠിക്കണം. ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ, 5 ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഇത് നിങ്ങൾ 5 മാർക്കല്ല, ഒരു 8 മാർക്കിന് പഠിച്ചു വെച്ചിട്ട് പോകാൻ നോക്കുക. കാരണം ഇതിൽ നിന്നും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ നിങ്ങളത് ചോദിക്കും, ഈ 5 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് എടുത്ത് ചോദിക്കും, അതിനെപ്പറ്റി എഴുതാനായിട്ട് ചോദിക്കും. ഞാനത് പറഞ്ഞു തരാം, ഈ ഒരു മൊഡ്യൂൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞു തരാം. അപ്പം ഒന്നാമതായിട്ട് എന്താണ് 5 മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ഷൻ എന്ന് വെച്ചാൽ എന്തോന്നാണ്, വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുക. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നു. 5 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ എന്തോന്നാണ്, നിരീക്ഷണം. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സമൂഹത്തെ പറ്റി പഠിക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ സമൂഹത്തെ നിരീക്ഷിച്ച് വിവരങ്ങൾ കളക്ട് ചെയ്യുക. ഈ ഒബ്സർവേഷൻ്റെ അകത്ത് 2 തരത്തിലുള്ള ഒബ്സർവേഷനാണ് വരുന്നത്. ഒന്ന് പങ്കാളിത്ത നിരീക്ഷണവും, 2 പങ്കാളിത്ത രഹിത നിരീക്ഷണം. പങ്കാളിത്ത നിരീക്ഷണകത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അകത്ത് ലീഡർ ഉണ്ടാവുമല്ലോ. ഈ ലീഡർ ആ നിരീക്ഷണ ഗ്രൂപ്പിനകത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ കൂടെ നിന്ന് നിരീക്ഷണത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നു. മറിച്ച്
ഈ ഗ്രൂപ്പിൻ്റെ ലീഡർ ആ ഗ്രൂപ്പിലില്ലാതെ അവർ ബാക്കിയുള്ള ടീമിലെ മെമ്പേഴ്സ് എല്ലാം കൂടി നിരീക്ഷിക്കുകയാണ്. ഈ ലീഡർ മാറി നിന്നിട്ട് അവരെ വാച്ച് ചെയ്യണം ഇവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അതിനെ പങ്കാളിത്തരഹിത നിരീക്ഷണം എന്ന് പറയുന്നു. ഓക്കെ, അതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റ് മെത്തേഡും അതേപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ മെത്തേഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പങ്കാളിത്തം, അതേപോലെ തന്നെ പങ്കാളിത്ത രഹിതം, ഒബ്സർവേഷൻ മെത്തേഡിനകത്ത് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്. ഈ രണ്ടാമത് വരുന്നത് ഇൻ്റർവ്യൂ മെത്തേഡ്. ഇൻ്റർവ്യൂ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ വ്യക്തികളിൽ നിന്നും എന്താണ് വിവരങ്ങൾ നേരിട്ട് ശേഖരിക്കുന്നതാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. ഇതിൽ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നെന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് മെത്തേഡ്, രണ്ട് അൺസ്ട്രക്ചേർഡ് മെത്തേഡ്. സ്ട്രക്ചേർഡ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഇൻ്റർവ്യൂവർ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ഒരു വ്യക്തിനെ നമ്മൾ എന്താണ് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വിളിച്ചിരിക്കുന്നു. അപ്പം അയാളടുത്ത് നല്ല ചിട്ടപ്പെടുത്തി നല്ല ഫോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂവിനെ നമ്മൾ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നു. ഇനി അടുത്ത് ചിട്ടപ്പെടുത്താത്ത ഇൻഫോർമൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്നതിന് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ചിട്ടപ്പെടുത്താത്ത ഇൻ്റർവ്യൂ എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. ഓക്കെ, അടുത്ത് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനറി, അതായത് ചോദ്യാവലി. അതായത് വ്യക്തികളുടെ അടുത്ത് നിന്ന് എന്താണ് വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ചോദ്യങ്ങളുമായിട്ട് പോവുകയാണ്. എന്തിനാണ്? വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട്. അടുത്ത് വരുന്ന മെത്തേഡാണ് സർവേ മെത്തേഡ്. അതായത് സർവേ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത് വരുന്ന അഞ്ചാമത്തെ മെത്തേഡാണ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയത്തെ പറ്റിയിട്ട് ആഴമായിട്ട് പഠിക്കുകയാണ്. അതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിനകത്ത് ഒരു സ്കൂളിലുള്ള ഒരു കുട്ടീനെ പറ്റി പഠിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ സ്കൂളിൽ പോയിട്ട് ആ കുട്ടി ജനിച്ച നാൾ തൊട്ട് ആ കുട്ടി ഇപ്പം പഠിക്കുന്നത് വരെയുള്ള എല്ലാം നമ്മൾ പഠിക്കും. ഇപ്പം അല്ലെങ്കിൽ ഒരു ജയിൽ പുള്ളിയെ പറ്റി പഠിക്കുകയാണെങ്കിൽ ആ കുട്ടി ജനിച്ച അന്ന് തൊട്ട് അയാളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെ ക്രിമിനൽ സ്വഭാവം ഉണ്ടോ, അങ്ങനെ A to Z ഒരു വ്യക്തിയെ പറ്റി അങ്ങ് ആഴത്തിലങ്ങ് പഠിക്കുകയാണ്. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയുള്ള 5 തരത്തിലുള്ള മെത്തേഡാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എക്സ്പ്ലെയിൻ ദി ഒബ്സർവേഷൻ മെത്തേഡിൻ്റെ അകത്ത് വരുന്ന രണ്ടെണ്ണം, പാർട്ടിസിപ്പേറ്റും നോൺ പാർട്ടിസിപ്പേറ്റും വിശദീകരിക്കുക. ഇൻ്റർവ്യൂയുടെ മെത്തേഡിൻ്റെ അകത്ത് വരുന്ന എന്താണ് സ്ട്രക്ചർഡ് അല്ലെങ്കിൽ എന്താണ് അൺസ്ട്രക്ചർഡ് അല്ലെങ്കിൽ എന്താണ് കേസ് സ്റ്റഡി. അങ്ങനെ മൊത്തത്തിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. അപ്പോൾ ഇതും ഷുവർ ഷോട്ടാണ്, പഠിച്ചിട്ടേ പോവാം. ഇത് മസ്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഇനി നമുക്ക് 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ചാപ്റ്ററിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, ഇതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കാനായിട്ടുള്ളത് എന്താണ് സൊസൈറ്റി. സൊസൈറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടം ആളുകൾ ഒരു പ്രദേശത്ത് അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പങ്കിട്ട് ജീവിക്കുന്നു. ഇതിനെ എന്തെന്ന് പറയുന്നു? സൊസൈറ്റി എന്ന് പറയുന്നു. അപ്പോൾ എന്തായിരിക്കും കമ്മ്യൂണിറ്റി? കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഐക്യമാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? മറ്റടുത്ത് എല്ലാവരും താമസിക്കുന്നു, ഇവിടെ എന്താണുള്ളത്? ഐക്യമാണുള്ളത്. ഇനി നമുക്ക് ഇവരുടെ ഡിഫറൻസ് പഠിക്കാം. സൊസൈറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? ഒരു വൈഡർ ആയിട്ടുള്ള ആംഗിളിലാണുള്ളത്. കമ്മ്യൂണിറ്റി എപ്പോഴും എന്താണ്? സ്മാളർ ആയിരിക്കും. സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ആളുകൾക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിലായിരിക്കും എന്തുണ്ടാക്കുന്നത്? ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു അടുപ്പം ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെ ചോദിക്കാം: ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് അസോസിയേഷൻ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച കാര്യം അങ്ങനെ എഴുതി വയ്ക്കുക. അതും അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് സൊസൈറ്റി എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ സൊസൈറ്റിയുടെ മീനിങ് പഠിച്ചില്ലേ? ഇത് ഡിഫറൻസ് എന്ന് പറഞ്ഞ കോളത്തിൽ സൊസൈറ്റിയെ മാത്രം പറ്റി നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ചില്ലേ? ആ പോയിന്റും കൂടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്ത് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഇതേ നമ്പർ എന്ന കമ്മ്യൂണിറ്റിയിലും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു 3 രീതിയിൽ എഴുതാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള സിമ്പിൾ ട്രിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സാം നമുക്ക് സിമ്പിളായിട്ട് പാസ്സാവാനായിട്ട് പറ്റും. പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്ന് വെച്ചാൽ വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിനെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഒന്ന് പ്രൈമറി, 2 സെക്കൻഡറി. പ്രൈമറിക്കകത്ത് എന്തൊക്കെയാണ് വരുന്നത്? കുടുംബം, മതം, വിവാഹം, അങ്ങനെയുള്ള ഐറ്റംസ്. സെക്കൻഡറിയിൽ എന്തൊക്കെയാണ് വരുന്നത്? നിയമം, വിദ്യാഭ്യാസം, അങ്ങനെയുള്ള ഐറ്റംസ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വേണമെന്നുള്ള ആളുകൾക്ക് നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇത്രയും നോക്കിയാൽ മതി.
ഇനി നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോവാം. എനിക്കറിയാം ഇച്ചിരി സ്പീഡാണ്, മാത്രമല്ല കുറച്ചധികവുമുണ്ട്. നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെ വന്നാൽ നമുക്കിത് സിമ്പിളായിട്ട് തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 6ാമത്തെ ചാപ്റ്ററാണ് സോഷ്യൽ ഗ്രൂപ്പ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള സോഷ്യൽ ഗ്രൂപ്പും അതിൻ്റെ പ്രത്യേകതയും പിന്നെ പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിലുള്ള പ്രത്യേകത അത് മാത്രമേ ചോദിക്കത്തുള്ളൂ. അതും ഒരു 5 മാർക്കിനും 8 മാർക്കിനും. ഓക്കെ, അപ്പോൾ അത് രണ്ടും പഠിച്ചാൽ മതി. അപ്പോൾ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? 2 അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധത്തെ അല്ലെങ്കിൽ എന്താണ് അവരൊരുമിച്ച് പ്രവർത്തിക്കുന്ന ശൈലിയുമാണ് നമ്മൾ സാമൂഹിക ഗണം എന്ന് പറയുന്നത്. അപ്പോൾ 2 അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയും പരസ്പരം അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? സാമൂഹിക ഗണമെന്ന് പറയുന്നു. സാമൂഹിക ഗണമെന്ന് വെച്ചാൽ എന്തോന്നാണ്? അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വ്യക്തികളുടെ കൂട്ടമാണ്, എല്ലാ ആളുകളും പരസ്പരം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഐക്യമുണ്ട്, പൊതുവായിട്ടുള്ള താല്പര്യമുണ്ട്, പൊതുവായിട്ടുള്ള നിയമങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ പ്രൈമറി ഗ്രൂപ്പ് എന്താണെന്ന് ചോദിക്കാം, ചിലപ്പോൾ സെക്കൻഡറി ഗ്രൂപ്പ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ 2 പേരെയും ഡിഫറൻസ് പഠിച്ചു വെച്ചാൽ 3 ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷേ ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രാഥമിക ഗണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രാഥമിക ഗണത്തിൻ്റെ അകത്ത് എല്ലാ ആളുകൾക്കും ഇടയിൽ ഒരു ഗാഢമായിട്ടുള്ള ബന്ധം ഉണ്ടാകും, പരസ്പര സഹകരണം ഉണ്ടാകും. പക്ഷേ ദ്വിതീയ ഗണത്തിനകത്ത് അങ്ങനെയല്ല, അല്ലെങ്കിൽ സെക്കൻഡറി ഗ്രൂപ്പിൻ്റെ അകത്ത് അങ്ങനെ ഗാഢമായിട്ടുള്ള സ്നേഹബന്ധമൊന്നും ഉണ്ടാവത്തില്ല. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ദീർഘനാളെ നിലനിൽക്കുന്ന ഒന്നാണ് പ്രാഥമിക ഗണം എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മാത്രം. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ ഔപചാരികമായിട്ടുള്ള രീതിയിലായിരിക്കും അല്ലെങ്കിൽ അനൗപചാരികമായിട്ടുള്ള രീതിയിലായിരിക്കും ഇവർ സംസാരിക്കുന്നത്. അവിടെയാണെങ്കിൽ എന്താണ്? ഔപചാരികമായിട്ടുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഇതെല്ലാം രസമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കണമെന്നുള്ള ആളുകൾക്ക് പോയിട്ട് കഴിഞ്ഞ ക്ലാസ് നോക്കാം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് നോക്കാനായിട്ടുള്ളത് 12ാമത്തെ ചാപ്റ്ററാണ് മാരേജ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാരേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പോൾ നമുക്ക് നോക്കാം. മാരേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, എന്ത് സ്ത്രീയും പുരുഷനും ഒരു കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്നതിനെ നമ്മൾ മാരേജ് എന്ന് പറയുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാരേജ് ആണ് എക്സാമിന് ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഓരോ എണ്ണം വെച്ച് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിനോ 8 മാർക്കിനോ എസ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഒന്നാമത്തെ മോണോഗമി എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾക്ക് ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് മോണോഗമി. പോളിഗമി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹസ്ബൻഡിന് 1ൽ കൂടുതൽ സ്ത്രീകൾ ഭാര്യമാരാക്കാനായിട്ട് പറ്റും. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ കാലഘട്ടത്തിൽ അറിയാലോ, ഒരാൾക്ക് ഇഷ്ടം പോലെ ഭാര്യമാരുണ്ട്. പിന്നെ പോളി എൻട്രി, ഒരു സ്ത്രീക്ക് ഇഷ്ടം പോലെ ആളുകളെ കല്യാണം കഴിക്കുക, അതിനാണ് പോളി എൻട്രി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ മഹാഭാരതത്തിൽ നമ്മളെ ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എൻഡോഗമി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സെയിം കാസ്റ്റിൽ നിന്നോ സെയിം ട്രൈബിൽ നിന്നോ കല്യാണം കഴിക്കുന്നതിന് എൻഡോഗമി എന്നും. ഇനി എക്സോഗമി, നമ്മൾ വേറെ ഏതെങ്കിലും കാസ്റ്റിൽ വേറെ ഏതെങ്കിലും ട്രൈബിൽ നിന്ന് കല്യാണം കഴിക്കുന്നു. ഇനി അനുലോമ, നമ്മളെന്താണ്? പുരുഷൻ എപ്പോഴും ഉയർന്ന ജാതിയിലുള്ള ആളാണ്. ആ ഉയർന്ന ജാതിയിലുള്ള പുരുഷൻ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. അപ്പം പ്രതിലോമ എന്ന് വെച്ചാൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ്, ഉയർന്ന ജാതിയിലുള്ള സ്ത്രീ താഴ്ന്ന ജാതിയിലുള്ള പുരുഷനെ കല്യാണം കഴിക്കുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിവാഹം. ഹിന്ദു രീതിയിലുള്ള മാരേജിനെ പറ്റിയിട്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ വേണമെന്നുള്ളൊരു പഠിച്ചു വെച്ചേക്കാം. ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്. ഇനി നമുക്ക് നോക്കാം വിവാഹത്തിൻ്റെ ഫങ്ഷൻസ്. ഒന്ന് സന്താന ഉൽപ്പാദനം, അത് ചോദിക്കും. എന്താണ് മാരേജ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്? അപ്പം മാരേജ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു. മാരേജിൻ്റെ ഫങ്ഷൻസ് ഒന്നെന്ന് വെച്ചാൽ ലൈംഗികമായിട്ടുള്ള സംതൃപ്തി, 2 സന്താനങ്ങളെ ഉൽപ്പാദനം, 3 സാമ്പത്തികമായിട്ടുള്ള ഭദ്രത, 4 നല്ല ഒരു വൈകാരികമായിട്ടുള്ളൊരു പിന്തുണ. അടുത്ത് വിവാഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങളുണ്ട്, അത് പഠിച്ചു വെച്ചേക്കാം. അതും 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. എന്താണ് പാരലൽ കസിൻ മാരേജ്? അതായത് 2 കസിൻസ് തമ്മിൽ കല്യാണം കഴിക്കുന്നു. 2 ക്രോസ് കസിൻ മാരേജ് എന്തോന്നാണ്? പിതാവിൻ്റെ സഹോദരിയുടെ മകനെയോ മകളെയോ കൊണ്ട് മാതാവിൻ്റെ സഹോദരൻ്റെ മകനെയോ മകളെയോ കല്യാണം കഴിപ്പിക്കുന്നു. ലിവറേറ്റ്, അതായത് സന്താനമില്ലാതെ മരിച്ച സഹോദരൻ്റെ ഭാര്യ വിവാഹം കഴിക്കുന്നു. ഇനി അടുത്ത് സൊവറേറ്റ്, മരിച്ചുപോയ ഭാര്യയുടെ സഹോദരിയെ കല്യാണം കഴിക്കുന്നു. ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന് പറയുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ മുസ്ലിം മാരേജിൻ്റെ 4 നോംസിനെ പറ്റി ചോദിക്കും. ഒന്ന് നിക്കാഹ്, നമുക്കറിയാം ഏറ്റവും പ്രചാരമായിട്ടുള്ള ഒരു മുസ്ലിം വിവാഹ രീതിയാണ് നിക്കാഹ് എന്ന് പറയുന്നത്. സ്ത്രീയും പുരുഷനും പരസ്പര സമ്മതത്തോടു കൂടിയിട്ട് കല്യാണം കഴിക്കുന്ന രീതിയാണ്. അടുത്ത
മുത എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്ട് മാരേജ് ആണ് മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്ന. ഇതിൽ ജനിക്കുന്ന കുട്ടിക്ക് പിതാവിൻ്റെ സ്വത്തിൽ അവകാശമുണ്ട്, എന്നാൽ മാതാവിന് പിതാവിൻ്റെ സ്വത്തിൽ അവകാശമില്ല. ഫസ്ദ്, വിവാഹത്തിൻ്റെ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ ആ ഒരു വിവാഹത്തിനെ ഫസ്ദ് എന്ന് പറയുന്നു. ബാറ്റിൻ, വിവാഹ മാതൃകയുടെ തത്വങ്ങൾ പരിഹരിക്കാതെ നടക്കുന്ന വിവാഹത്തെ നമ്മൾ ബാറ്റിൻ എന്നും പറയുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കിയത്. അടുത്ത് നമുക്ക് നോക്കാം ചാപ്റ്റർ 13 ഫാമിലി. ഫാമിലിക്കകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലി എന്തോന്നാണ്, ഫാമിലിയുടെ പ്രത്യേകതകൾ എന്തോന്നാണ്, എന്താണ് കൊഹബിഷൻ എന്ന് പറയുന്ന സംഭവമാണ് അതിനകത്ത് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഫാമിലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്നതിന് നമ്മൾ ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നു. ഫാമിലിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് വെച്ചാൽ ഒന്ന് എണ്ണങ്ങളുടെ അംഗങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി നമുക്ക് അണുകുടുംബമെന്നും കൂട്ടുകുടുംബമെന്നും വിസ്തൃത കുടുംബമെന്നും പറയാം. അണുകുടുംബം എന്ന് വെച്ചാൽ എന്താണ്, ഒരു കുടുംബത്തിനകത്ത് അച്ഛനും അമ്മയും മാത്രമേ കാണുള്ളൂ, വേറെ ആരും കാണത്തില്ല. കൂടുതലായിട്ട് ഇത് നഗരപ്രദേശങ്ങളിലാണ് കാണുന്നത്. കൂട്ടുകുടുംബം കൂടുതലായിട്ട് ഗ്രാമപ്രദേശത്തായിരിക്കും കാണുന്നതും. അതായത് ഒരു കുടുംബത്തിനകത്ത് ഒത്തിരി ആളുകളുണ്ട്, മനസ്സിലായോ? അപ്പനും അമ്മൂമ്മയും എല്ലാവരും ഉണ്ട്, അതിന് നമ്മൾ കൂട്ടുകുടുംബം എന്നും. ഇനി വിസ്തൃത കുടുംബം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോത്രങ്ങൾക്കിടയിലേ കാണത്തുള്ളൂ. അതായത് അച്ഛൻ്റെ ബന്ധുക്കളും കാണും, അമ്മയുടെ ബന്ധുക്കളും കാണും. മറ്റേ കൂട്ടുകുടുംബത്തിൽ ഒന്നുകിൽ അച്ഛൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ അമ്മയുടെ ബന്ധുക്കൾ മാത്രമേ കാണുള്ളൂ. അതാണ് അംഗങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ്. രണ്ടാമത് വിവാഹ മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ഏകവിവാഹവും ഉണ്ട് ബഹുവിവാഹവും ഉണ്ട്. അതായത് ഏകവിവാഹം എന്ന് വെച്ചാൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരാളെ മാത്രം കല്യാണം കഴിക്കുന്നു. ബഹുവിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഒന്നിലധികം ആളുകളെ വിവാഹം കഴിക്കുന്നത്, മനസ്സിലായോ? അതാണ് രണ്ടാമത്തെ മാതൃക. മൂന്നാമത്തെ മാതൃക താമസസ്ഥലം, മാട്രിക്കൽ ഫാമിലി. താമസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കുന്നതിനെ പാട്രിക്കൽ ഫാമിലി എന്നും, നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നതിനെ മാട്രിക്കൽ ഫാമിലി എന്നും പറയുന്നു, മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ രണ്ടുപേരെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമ്മൾ നാമകരണം അടിസ്ഥാനത്തിൽ ഒരു കുടുംബത്തിൻ്റെ പേര് അമ്മയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ മാട്രോമോണിക് ഫാമിലി എന്നും, അച്ഛൻ്റെ പേരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പാട്രോമോട്ടിക് ഫാമിലി എന്നും പറയുന്നു. അധികാരത്തിൻ്റെ വച്ചിട്ട് ഒരു വീട്ടിൽ അധികാരം മുഴുവനും അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ അതിനെ നമ്മൾ എന്ന് പറയുന്നത്, പിതാവിൻ്റെ കയ്യിലാണെങ്കിൽ അതിനെ നമ്മൾ പാട്രിയാർക്കൽ ഫാമിലി എന്നും. മാട്രിയാർക്കൽ ഫാമിലി എന്ന് വെച്ചാൽ എന്താണ്, കുടുംബത്തിൻ്റെ അധികാരം മുഴുവനും മാതാവിൻ്റെ കയ്യിലായിരിക്കും. പിന്നെ വംശം വച്ചിട്ട് നോക്കുകയാണെങ്കിൽ വംശം സ്റ്റാർട്ട് ചെയ്യുന്നത് പിതാവിൽ നിന്നാണെങ്കിൽ പിതൃദായക ക്രമവും മാതാവിൽ നിന്നാണെങ്കിൽ മാതൃദായക ക്രമവും എന്നും പറയുന്നു. ഇത്രയാണ് വിവാഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഫാമിലിയുടെ മെയിനായിട്ടുള്ള ടൈപ്സ് എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് എന്നിട്ട് ഇപ്പം അംഗങ്ങളുടെ എണ്ണം വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അതേപോലെ തന്നെ വിവാഹ മാതൃക വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, താമസസ്ഥലം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഷുവർ ഷോട്ടാണ്. അടുത്ത് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് കൊഹബിറ്റേഷൻ എന്ന് വെച്ചാൽ ലിവിങ് ടുഗദർ, കല്യാണം കഴിക്കാതെ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുന്നു. ഇനി ഫാമിലിയുടെ പ്രത്യേകതകൾ ചിലപ്പം ചോദിക്കാം. നമുക്കറിയാം ഫാമിലി യൂണിവേഴ്സലാണ്, അവർക്കിടയിൽ വൈകാരികമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരിക്കും, വളരെ പരിമിതമായിരിക്കും, സാമൂഹികമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടായിരിക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഫാമിലിയുടെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്, ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫാമിലി എന്ന് പറയുന്നത്. മാത്രമല്ല സന്താനോൽപാദനം വരും, കുട്ടികളെ നന്നായിട്ട് വളർത്താൻ, പാർപ്പിട ആവശ്യം നിറവേറ്റാൻ, ഒരു സമൂഹത്തിൽ പദവി നേടാൻ, സ്നേഹബന്ധം എന്ന ധർമ്മം, അങ്ങനെ കുറേ ധർമ്മങ്ങൾ ആർക്കുണ്ട്, ഒരു ഫാമിലിക്ക് ഉണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനായിട്ടുള്ളത്, 13ാമത്തെ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി 14ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബന്ധുത്വമാണ് നമ്മുടെ 14ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിൽ ചോദിക്കാൻ ചാൻസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബന്ധുത്വമാണ്. മനസ്സിലായി എന്താണ് ബന്ധുത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാമിലി ആൻഡ് മെമ്പേഴ്സ്. അതിൽ പ്രൈമറി ബന്ധുക്കളുണ്ട്, സെക്കൻഡറി ഉണ്ട്, തേർഷറി ഉണ്ട്, മനസ്സിലായോ? പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ബന്ധുക്കൾ. ഇപ്പോൾ 2 പേർ തമ്മിൽ കല്യാണം കഴിക്കുകയാണ്, അയാൾ എന്താണ് എൻ്റെ ബന്ധുവായി മാറി. സെക്കൻഡറി ബന്ധു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ഞാൻ കല്യാണം കഴിച്ച ആളുടെ സഹോദരിയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ എൻ്റെ ബന്ധുവായി, അതിന് നമ്മൾ സെക്കൻഡറി ബന്ധു എന്ന് പറയും. തേർഷറി എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭർത്താവിൻ്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാളും എൻ്റെ ബന്ധുവായി മാറുകയാണ്, അതിനെയാണ് തേർഷറി ബന്ധു എന്ന് പറയുന്നത്, മനസ്സിലായോ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബന്ധുത്വം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയുമാണ് ഈ 14ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം 16ാമത്തെ ചാപ്റ്ററാണ്. ഇനി നമുക്ക് നോക്കാം 16ാമത്തെ ചാപ്റ്ററിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ് ഡിഫറെൻറ്റ് ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് ക്ലാസ്. അത് മാത്രമേ ചോദിക്കത്തുള്ളൂ കേട്ടോ. വേറെ കുറേ സാധനങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. ഒന്ന് വെച്ചാൽ എന്താണ് സാമൂഹിക അസമത്വം അല്ലെങ്കിൽ സോഷ്യൽ ഇനീക്വാലിറ്റി.
നമ്മുടെ സമൂഹത്തിൽ ആളുകൾ എന്താണ് അവരുടെ സേവനത്തിൻ്റെ, സ്ഥാപനത്തിൻ്റെ, ലിംഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണുന്നതിന് നമുക്ക് സാമൂഹിക അണിക്വാലിറ്റി എന്ന് പറയാം. ഇനി എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സാമൂഹിക ശ്രേണീകരണം? അതായത് നമുക്ക് ഒരാളുടെ സ്വത്ത് അല്ലെങ്കിൽ വരുമാനം അല്ലെങ്കിൽ തൊഴിലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് ഓരോ ആളുകളെയും ഓരോ തട്ടിലാക്കി നമ്മൾ ക്രമീകരിക്കുന്നു. ഇതിനെ നമുക്ക് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയാം. ഇനി ജാതിയും ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ജാതി എന്ന് പറയുന്നത് നമുക്കറിയാം, ജാതി എന്ന് പറയുന്നത് നമുക്ക് ജന്മനാൽ കിട്ടുന്ന ഒരു പദവിയാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഈഴവയാണെങ്കിൽ എൻ്റെ അച്ഛനും ഈഴവയായിരിക്കും, മനസ്സിലായോ? എനിക്ക് അതിൽ നിന്നും കിട്ടുന്നതാണ് ജാതി എന്ന് പറയുന്നത്. വർഗം എന്ന് പറഞ്ഞാൽ ഒരാൾ നേടിയെടുക്കുന്ന പദവിയാണ്. ജാതി ഒരു അടഞ്ഞ സമ്പദ് വ്യവസ്ഥയാണ്, വർഗം ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയാണ്. നമുക്ക് എന്താണ് ജാതിയിലുള്ള ആളുകൾ ജാതിക്കാരിലായിരിക്കും വിവാഹം കഴിക്കുന്നത്, എന്നാൽ വർഗം അങ്ങനെയല്ല. ഇവിടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു നിയന്ത്രണവും ഇല്ല. ഇത്രയാണ് 16ാമത്തെ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ളത് സിമ്പിൾ ചാപ്റ്റേഴ്സാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ സിമ്പിൾ ചാപ്റ്റേഴ്സാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 17ാമത്തെ ചാപ്റ്ററാണ്. കാരണം ഇനി അങ്ങോട്ടുള്ളത് അധികം ഒന്നും കാണത്തില്ല, ചെറിയ കാര്യങ്ങൾ കാണുമെന്ന് വെച്ചാൽ അധികം കാണത്തില്ല. ഇനി നമുക്ക് അടുത്ത് നോക്കാം എന്താണ്, ഒരു മിനിറ്റ്, കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. സതി അബോളിഷ് ചെയ്തത് എന്നാണ്? 1829 അൺടച്ചബിലിറ്റിയുടെ ആർട്ടിക്കിൾ എത്ര? ആർട്ടിക്കിൾ 17. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അക്ബർ പ്രചരിച്ച മതം എന്തോന്നാണ്? ദിൻ ഇലാഹി. അങ്ങനെയുള്ള കുറച്ച് കാര്യം. 17ാമത്തെ ചാപ്റ്റർ ചോദിക്കാൻ ചാൻസുള്ള ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. എന്താണ് കൾച്ചറൽ ലാഗ്? അതായത് പുതിയ തലമുറയിലുള്ള ആളുകൾ പഴയ തലമുറയിലുള്ള ആളുകളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം പുതിയ തലമുറയിലുള്ള ആളുകൾ ഷോർട്സ് ഇടുന്നു, പഴയ തലമുറയിലുള്ള ആളുകൾ എന്തിടുന്നു? ലൈക്ക് സെറ്റ് മുണ്ട് കൊടുക്കുന്നു. കൾച്ചറൽ ലാഗാണ്. അവർക്ക് പിടിക്കുമോ? ഇല്ല. ഇതൊക്കെയാണ് നമ്മളെന്ന് പറയുന്നത് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 18ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സാമൂഹിക മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രക്രിയകൾ എന്നാണ്. ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത് എന്താണ് റിവല്യൂഷൻ, അതേപോലെ തന്നെ എന്താണ് എവല്യൂഷൻ, എന്താണ് സോഷ്യൽ ചേഞ്ച്. ഇതാണ് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പം സാമൂഹികമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നമ്മൾ എന്ന് പറയുന്നു സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ സാമൂഹിക മാറ്റം എന്ന് പറയുന്നു. ഇനി എന്താണ് ഇവല്യൂഷൻ? ഇവല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ പരിണാമം. അതായത് ഒരു സമൂഹം ലളിത രൂപത്തിൽ നിന്നും സങ്കീർണ രൂപത്തിലേക്കുള്ള ഒരു ചെറിയ മാറ്റത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് രൂപാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമൂഹം ലളിതമായിട്ടുള്ള രൂപത്തിൽ നിന്നും സങ്കീർണമായിട്ടുള്ള രൂപത്തിലേക്കുള്ള ഒരു ചെറിയ മാറ്റത്തിലൂടെയുള്ള ആ ഒരു രൂപാന്തരത്തെ നമുക്ക് ഇവല്യൂഷൻ എന്ന് പറയും. റിവല്യൂഷൻ എന്ന് വെച്ചാൽ വിപ്ലവമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതിയെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വലിയ മാറ്റമാണ് നമുക്ക് എന്ത് വഴി ഉണ്ടാകുന്നത്? വിപ്ലവം വഴി ഉണ്ടാകുന്നത്. അപ്പോൾ ഇവല്യൂഷനും റിവല്യൂഷനും പഠിച്ചു വെച്ചേക്കുക, ചിലപ്പോൾ ചോദിക്കും. ഇനി പ്രോഗ്രസ് എന്താണെന്ന് വെച്ചാൽ പുരോഗതി. ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഓക്കെ, കൂടുതൽ സമഗ്രവും ആസൂത്രണവുമായിട്ടുള്ള പ്രക്രിയ. ഇതൊക്കെ ഗെയിലുള്ള വാക്കാണ്, ഞാൻ അതേപോലെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയിൽ വായിച്ചു നോക്കാം. ഓക്കെ, പിന്നെ ചോദിക്കാം എന്താ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ ജീവിത രീതിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നമുക്ക് എന്ന് പറയാം വികസനം എന്ന് പറയാം. ഇനി അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോകാം. 19ാമത്തെ ചാപ്റ്റർ സാമൂഹികവൽക്കരണം ഒരു പഠന പ്രക്രിയ. അതിനകത്ത് എന്താണ് സാമൂഹികവൽക്കരണം? അപ്പം സാമൂഹികവൽക്കരണം അല്ലെങ്കിൽ സാമൂഹിക ജീവിയെ എങ്ങനെ വാർത്തെടുക്കാം, ആ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം സാമൂഹിക ജീവിയെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് 3-4 പ്രക്രിയയാണുള്ളത്. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈശവ സാമൂഹികവൽക്കരണം. നമുക്കറിയാം കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ആദ്യത്തെ ഒരു സ്റ്റേജാണ് സാമൂഹികവൽക്കരണം തുടങ്ങുന്നത്. ഈ ഒരു ശൈശവ കാലഘട്ടത്തിലായിരിക്കും. ആ കുട്ടിക്ക് ആരെങ്കിലും ആശ്രയിക്കേണ്ടിയിരിക്കും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ ബാല്യ സാമൂഹികവൽക്കരണം ഒരു 3 തൊട്ട് 13 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടി എന്ത് ചെയ്യുന്നു? അയൽപ്പക്കക്കാരും വിദ്യാർത്ഥികളും അച്ഛനും അമ്മയും ടീച്ചേഴ്സൊക്കെ സ്വാധീനിക്കുന്നു. മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് കൗമാര സാമൂഹികവൽക്കരണം 13 തൊട്ട് 19 വയസ്സ് വരെയുള്ളത് ഒരു പിരിമുറുക്കങ്ങളുടെ കാലഘട്ടമായിരിക്കും. അത്രയാണ് നമ്മൾ ഒരു വ്യക്തിയുടെ സാമൂഹികവൽക്കരണവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഒരു വ്യക്തിയെ ബാധിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചിലപ്പം ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം. കുടുംബം വരും, സാമൂഹ്യം വരും, മതം വരും, നിയമം വരും. ഇത്രയേ ഉള്ളൂ. അടുത്ത നമുക്ക് 20ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് സാമൂഹികമായിട്ടുള്ള നിയന്ത്രണം? സാമൂഹിക നിയന്ത്രണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ പെരുമാറ്റത്തെ നിയന്ത്രീകരിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ പെരുമാറ്റത്തെ നിയന്ത്രീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. സാമൂഹിക നിയന്ത്രണത്തിനെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ഒന്ന് മതം, നമുക്കറിയാം, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കുടുംബം, നിയമം, പൊതുജനങ്ങൾ, വിദ്യാഭ്യാസം, ഇത്രയും കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ സാമൂഹികമായിട്ടുള്ള നിയന്ത്രണത്തിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 28 ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബ്സ്, റൂറൽ, അർബൺ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ നമുക്ക് മൊത്തത്തിൽ എത്ര ഗോത്രമുണ്ട് ഇന്ത്യയിൽ? 461. പഞ്ചായത്ത് രാജ് എന്നാണ് ഉണ്ടായത്? 1959. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് എന്നാണ്? 1952. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഓൺവേർഡ് ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് വരുന്നത് മെയിനായിട്ട് എന്താണ് ട്രൈബ്സിൻ്റെ പ്രോബ്ലം എന്തോന്നാണ്. ട്രൈബ്സ് എന്ന് വെച്ചാൽ പൊതുവായിട്ട് എന്താണ് ഒരു സാംസ്കാരികമായിട്ടുള്ള ജീവിതമൊക്കെ പങ്കിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മൾ ട്രൈബ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് ഭാഷയില്ല, ലിപിയില്ല, ഒന്നുമില്ല. ഇവരൊരു പ്രത്യേക മേഖലയിലായിരിക്കും താമസിക്കുന്നത്. പക്ഷേ ഇവർ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് വെച്ചാൽ എന്താണ്, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവർക്ക് പൈസയൊന്നും സൂക്ഷിച്ചു വയ്ക്കാൻ ബാങ്കില്ല. മാത്രമല്ല ഇവർക്കിടയിൽ നിരക്ഷരതയുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഭൂമിശാസ്ത്രപരമായിട്ടും ആളുകളിൽ നിന്നും ഒറ്റപ്പെട്ടാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഇവർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഇനി അർബൻ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതായത് നഗരപ്രദേശത്തുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും ഇതേപോലെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ തുറന്ന ഒരു സ്ഥലത്ത് ഒരുപാട് ആളുകളാണ് താമസിക്കുന്നത്. നല്ല രീതിയിൽ പാർപ്പിടമില്ല, ശുദ്ധജലം ഇല്ല, ഗതാഗതം ഇല്ല, ഗതാഗത കുരുക്കുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആരും ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള നഗര ജീവിതത്തിലുള്ള ആളുകളും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഇനി അടുത്ത് നമുക്ക് നോക്കാം 27ാമത്തെ ചാപ്റ്ററാണ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിനെ പറ്റി ആദ്യം നമുക്ക് നോക്കാം. എന്താണ് സംസ്കൃതവൽക്കരണം? 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. അതായത് താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ ഉയർന്ന ജാതിയിലുള്ള ആളുകളെ പോലെ ജീവിക്കുകയും അവരുടെ സംസ്കാരങ്ങളെല്ലാം സ്വീകരിക്കുന്നതിനും ചെയ്യുന്നതിനെയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. അതായത് താഴ്ന്ന ജാതി, ഇപ്പം ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളാണ്, പക്ഷേ ഞാൻ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ ലൈഫ് സ്റ്റൈലെല്ലാം അഡോപ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്ത് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യനാണ് എന്താണ് വെസ്റ്റേണൈസേഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, വിദേശ ഭാഷ, വിദേശ സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരും കൊറിയ ഡ്രസ്സൊക്കെ അല്ലേ ഫോളോ ചെയ്യുന്നത്, അതൊരു സംസ്കൃതവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യനാണ് വർണ്ണവും കാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, വർണ്ണവും ജാതിയും. കാരണം ഇത് നമ്മൾ ഏതോ ഒരു ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കിട്ടും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം 28 മേജർ റിലീജിയസ് റിഫോംസ് ഇൻ ഇന്ത്യ. അതിനകത്ത് വരുന്നത് എന്താണ് കൺസെപ്റ്റ് ഓഫ് ഹിന്ദുസം എന്ന് പറയുന്നത്. പണ്ട് എന്താണ് ഹിന്ദുസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഹിന്ദുസത്തിൻ്റെ ആ കൺസെപ്റ്റാണ് എഴുതേണ്ടത്. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ളൊരു മതമാണ് ഹിന്ദു മതം. ഇവർ കർമ്മത്തിലും പുനർജന്മത്തിലും വിശ്വസിക്കുന്ന ആളുകളാണ്. ഓരോ മനുഷ്യനും ആത്മാവുണ്ടെന്നും ആര് വിശ്വസിക്കുന്നു? ഹിന്ദു മതത്തിലുള്ള ആളുകൾ വിശ്വസിക്കുന്നു. ഇവർ പുനർജന്മത്തിലും വിശ്വസിക്കുന്ന ആളുകളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹിന്ദുസത്തിൻ്റെ കൺസെപ്റ്റ്. ഇനി കൺസെപ്റ്റ് ഓഫ് ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിസത്തിൻ്റെ കൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞ വാക്കിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിധേയത്വപ്പെട്ട് ജീവിക്കുക എന്നതാണ്. ഇവർ വിശ്വസിക്കുന്ന ഖുറാനിലാണ്. 7ാം നൂറ്റാണ്ടിലാണ് ഖുറാൻ ഉണ്ടായത്. മുസ്ലിംസ് 2 പേരുണ്ട്, ഒന്ന് സുന്നി മുസ്ലിംസും 2 ഷിയ മുസ്ലിംസും. പിന്നെ മുസ്ലിംസിൻ്റെ 5 പില്ലേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അള്ളാഹുവിനെ അല്ലാതെ വേറൊരു ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ കഴിയില്ല. 5 ദിവസവും പ്രാർത്ഥിക്കണം, പാവങ്ങൾക്ക് ദാനം നൽകണം, റംലാൻ മാസത്തിൽ നിരാഹാരം അനുഷ്ഠിക്കണം, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മക്കയിൽ പോകണം. ഇത്രയും 5 പില്ലേഴ്സാണ്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്നൊരു ബുദ്ധിസത്തിനെ പരിശോധിക്കാം. 6ാം നൂറ്റാണ്ടിൽ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ മൂലം ഉണ്ടായതാണ് ബുദ്ധിസം. ശ്രീബുദ്ധനാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിനകത്ത് ത്രിരത്നങ്ങൾ അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് ബുദ്ധിസം ഫോക്കസ് ചെയ്യുന്നത്. ബുദ്ധ, ധർമ്മ, സംഘ. ബുദ്ധിസം ഡിക്ലെയർ ആവാനുള്ള കാരണം അതായത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബുദ്ധിസം ഉണ്ടായ സമയത്ത് കിട്ടിയിട്ടുള്ള ഒരു പ്രചാരം അവസാന കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ ഹിന്ദു മതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നു. അതൊക്കെയാണ് എന്തിൻ്റെ കാരണം? നമ്മുടെ ബുദ്ധിസം തകരാനായിട്ടുള്ള കാരണം. പിന്നെ അടുത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 28ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കാം 29 എന്ന് പറയുമ്പോൾ മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ. അതിനകത്ത് വരുന്നത് എന്താണ് പോവർട്ടി.
പോവർട്ടി എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ബേസിക് ആയിട്ടുള്ള ആഹാരം, അതായത് ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാനില്ലാത്ത ഒരു നമ്മൾ എന്ന് പറയുന്നത് പോവർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ ദരിദ്രരും ദരിദ്രരല്ലാത്തവരും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു രേഖയാണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. കോസസ് ഓഫ് പോവർട്ടി ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്തോന്നാണ്? തൊഴിലില്ലായ്മ വരാം, വികസന ഇല്ലായ്മ വരാം, പണപ്പെരുപ്പം വരാം, താഴ്ന്ന സാങ്കേതിക വിദ്യ വരാം, യുദ്ധം വരാം, ഭീഷണി വരാം. ഇതൊക്കെയാണ് എന്തിനു കാരണം? നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം ഉണ്ടാവാനായിട്ടുള്ള കാരണം. ഇനി എന്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോയിറ്റേഷൻ? സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജനസംഖ്യാ വിസ്ഫോടനം, അതായത് ഒരു പ്രദേശത്ത് ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ ഒരു എണ്ണത്തിലുണ്ടാകുന്ന ഒരു വർധനവിനെയാണ് പോപ്പുലേഷൻ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക പ്രദേശത്ത് ജനങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? പോപ്പുലേഷൻ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. പിന്നെ വരുന്ന 30-31 ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സാണ്. ആ ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ TMA ചാപ്റ്റേഴ്സാണ്. TMA ചാപ്റ്റേഴ്സ് നല്ല കിക്കിലോ ആയിട്ട് ഞാൻ ക്ലാസ് എടുത്ത് റെക്കോർഡിങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ TMA ചാപ്റ്റേഴ്സിൽ ഷോർട്ടായിട്ടുള്ള ഒരു കാര്യമില്ല. നിങ്ങളിരുന്ന് പഠിച്ചാൽ മാത്രമേ TMA ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? മാർക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ പഠിക്കണം, അല്ലാതെ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല, ഉറപ്പാണ് ഞാൻ പറയുന്നത്. അപ്പം TMA ചാപ്റ്റേഴ്സ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ആ ഒരു TMA ചാപ്റ്റർ അല്ല, നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂൾ ചാപ്റ്റേഴ്സ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷണൽ മൊഡ്യൂൾ കിട്ടും. അത്രയും പഠിക്കാനായിട്ട് നോക്കുക. ഇതിനകത്ത് ഓപ്ഷണൽ മൊഡ്യൂൾ ഞാൻ ഉൾപ്പെടുത്താത്ത കാരണം നല്ല രീതിയിൽ ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ 30 മിനിറ്റ് കൂടുതൽ അങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല. പക്ഷേ ഇത് നല്ല ലെങ്ത് ആണ്, കാരണം ഇത്രയും കണ്ടൻറ്റ് ഒറ്റ സ്ട്രക്ചറാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നന്നായിട്ട് എക്സാം പോയി എഴുതുക. നിങ്ങൾ എന്തായാലും ജയിക്കും. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആരും തോക്കത്തൊന്നുമില്ല, എന്തായാലും ജയിക്കും.